സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനാ ദിനത്തിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7, ഒന്നാമത്തെ വായനാ ഭാഗം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 13-ാം അധ്യായം. 2 രാജാക്കന്മാർ 13-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ കണ്ടതിൻ്റെ ഒരു തുടർച്ചയായി ഇപ്പോൾ നമ്മൾ കാണുന്നത് യേഹൂവിൻ്റെ മകൻ, യേഹൂവിന് ശേഷം യേഹൂവിൻ്റെ മകൻ ഇസ്രായേലിലെ രാജാവായി വാഴുന്നതിനെ സംബന്ധിച്ചാണ്. അവന് 17 വർഷമാണ് ഇസ്രായേലിലുമാണ്. യഹോവാഹാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യേഹൂവിൻ്റെ മകൻ. ഇത് യഹൂദ രാജാവായ യോവാശിൻ്റെ 23-ാമത്തെ ആണ്ടിലാണ്. അതായത് തെക്കേ രാജ്യമായ യഹൂദയിലെ രാജാവായി യോവാശുവാണ്. യോവാശ് എന്ന് പറയുന്നത് അഥല്യയെ കൊല്ലുന്ന കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വായനയിൽ വായിച്ച് ഓർക്കുന്നല്ലോ. ആ രാജാവിൻ്റെ മകൻ ആണ് ഈ പറയുന്ന യോവാശ്. യോവാശിനെ ധാത്രി എടുത്തുകൊണ്ട് പോയതും 6 വർഷം സൂക്ഷിച്ചതും 7-ാമത്തെ വയസ്സിൽ രാജാവായതും 40 സംവത്സരം രാജാവായി ഇരുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചു. ആ യോവാശിൻ്റെ 23-ാമത്തെ വർഷമാണ് ഇവിടെ യേഹൂവിൻ്റെ മകൻ യഹോവാഹാസ് ഇസ്രായേലിലെ രാജാവാകുന്നത്. 17 വർഷം വേണം. അവിടെ പറയുന്നത് നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല എന്നാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ കോപമുണ്ടായി. അത് ചെന്നെത്തിയത് അരാം രാജാവായ ഹസായേലിനെ കൊണ്ടും ആ ഹസായേലിൻ്റെ മകൻ ബെൻഹദദിൻ്റെ കൈ കൊണ്ടും ഈ രാജ്യത്തെ ആക്രമിപ്പിക്കുകയാണ് ദൈവം ചെയ്തത്. അങ്ങനെ എന്നാൽ ഈ യഹോവാഹാസ് ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. അരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവൻ്റെ അപേക്ഷ കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത്രയും തെറ്റായ വഴികളിൽ നടക്കുകയൊക്കെ ചെയ്ത ആളുകൾ പോലും ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിക്കുമ്പോൾ, തന്നെത്താൻ താഴ്ത്തുമ്പോൾ ദൈവം ആ വിളി, ആ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അരാമ്യരെ പലപ്പോഴും തോൽപ്പിക്കുകയും അരാമ്യരെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ യഹോവാഹാസിൻ്റെ മകൻ യോവാശ് അവന് പകരം രാജാവായി എന്നാണ് കാണുന്നത് 17 വർഷം കഴിഞ്ഞപ്പോൾ. നമ്മൾ ഇവിടെ ഈ യഹോവാഹാസ് എന്ന രാജാക്കന്മാർ യഹൂദയിലും ഇസ്രായേലിലും നമ്മളിവിടെ വായിക്കുന്നുണ്ട്. തമ്മിൽ കൺഫ്യൂസ് ആകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ ഒരു വായന ആവശ്യമുള്ള സ്ഥലമാണ് ഈ പേരുകളെ സംബന്ധിച്ച്. അങ്ങനെ യഹോവാഹാസ് മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യോവാശ് എന്ന് പറയുന്ന മകൻ അവിടെ രാജാവ് ആകുകയാണ്. അപ്പോൾ ഇപ്പോൾ യഹൂദയിലെ രാജാവിൻ്റെ പേരും യോവാശ് എന്നാണ്, ഇസ്രായേലിലെ രാജാവിൻ്റെ പേരും യോവാശ് എന്നാണ്. അപ്പോൾ യഹോവാശ് എന്ന് പേര് പറയുന്ന യോവാശ് യഹൂദയിൽ 40 വർഷം വാണു. അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ ആണ്ടിലാണ് യേഹൂവിൻ്റെ മകൻ യഹോവാസ് ഇസ്രായേൽ രാജാവായത്. ആ യഹോവാസ് ഇപ്പോൾ മരിച്ചു. ആ യോവാശിൻ്റെ 37-ാമത്തെ ആണ്ടിൽ ഇപ്പോൾ 23-ാമത്തെ വർഷത്തിൽ ആദ്യത്തെ യഹൂവിൻ്റെ മകൻ രാജാവ്, യഹൂവിൻ്റെ മകൻ്റെ മകനായ യോവാശ് യഹൂദ രാജാവായ യോവാശിൻ്റെ 37-ാം ആണ്ടിൽ ഇസ്രായേലിലെ രാജാവായി. 11 വർഷം വേണം. 11 വർഷം. ഈ രാജാവും മുമ്പത്തെ രാജാവിനെ പോലെ തന്നെ എഴുതിയിരിക്കുന്നത് നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ സകല പാപങ്ങളെയും വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു എന്നാണ്. നമ്മൾ പുസ്തകത്തിൽ പലയിടത്തും കാണുന്നതാണ് ഈ നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപം എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇസ്രായേലും യഹൂദയും 2 രാജ്യങ്ങളായി ദൈവം സ്ഥാപിച്ചപ്പോൾ പ്രവാചകനിലൂടെ 10 രാജ്യം ഈ യൊരോബെയാം എന്ന ദാസനായ അയാൾക്ക് കൊടുക്കുകയും, എന്നാൽ അദ്ദേഹം ചെയ്തത് യെരുശലേമിലേക്ക് പോകുന്ന, എല്ലാവരും മുമ്പ് യെരുശലേമിൽ പോയി പ്രാർത്ഥിച്ചിരുന്നവരാണല്ലോ 2 രാജ്യങ്ങളും. എന്നാൽ യെരുശലേമിലേക്ക് പോകുന്ന ആളുകളെ അവർ തടഞ്ഞു. ഇനി നിങ്ങൾ യെരുശലേമിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ 2 രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ 12 ഗോത്രങ്ങൾക്കും ഉള്ള
ആരാധനാ സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്ഥലമാണ് യെരുശലേം. അവർക്ക് അവകാശവും അവർക്ക് ചെന്ന് കയറാവുന്ന, അവർക്ക് പ്രാർത്ഥിക്കേണ്ട, യാഗങ്ങൾ കഴിക്കേണ്ട സ്ഥലമാണത്. അവിടെ പോകാൻ ഈ 12 ഗോത്രങ്ങളെ വിലക്കി അന്ന് മുതൽ പാപം ചെയ്യിച്ചു തുടങ്ങിയാണ് ഈ യൊരോബയാം. ദൈവം അതൊരിക്കലും മറക്കുന്നില്ല എന്ന് നമുക്ക് വീണ്ടും 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 കാണാം. അങ്ങനെ ഇവിടെയും നമ്മൾ കാണുന്നത് യൊരോബയാമിൻ്റെ പാപങ്ങളിൽ വിട്ടുമാറാതെ നടന്നു എന്നാണ്. അപ്പോൾ ഈ യോവാശിൻ്റെ കാലത്ത് നമ്മൾ കാണുന്ന മറ്റൊരു സംഭവം, എലീശ എന്ന് പറയുന്ന ദൈവപുരുഷൻ മരണകരമായ അസുഖം പിടിച്ച് കിടക്കുന്നതും ഈ ഇസ്രായേൽ രാജാവ് യോവാശ് അദ്ദേഹത്തെ കാണാൻ പോകുന്നതും അവിടെ പോയി പിതാവേ പിതാവേ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ തന്നെ. അപ്പോൾ എലീശ ഈ യോവാശ് രാജാവിനോട് പറയുന്നുണ്ട്, നീ അമ്പും വില്ലും എടുക്കാൻ പറയുന്നു. അപ്പോൾ അമ്പും വില്ലും എടുക്കുന്നു. എന്നിട്ട് നീ അതിൽ കൈവെക്കാൻ പറയും അതിലേക്ക്. എലീശയും തൻ്റെ കൈയും രാജാവിൻ്റെ കയ്യിൽ വെച്ചു. ഇപ്പോൾ കിഴക്കേ വാതിൽ തുറക്കാൻ പറഞ്ഞു, അമ്പ ചെയ്യാൻ പറഞ്ഞു. അമ്പ ചെയ്തു. ഇത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. അപ്പോൾ അരാമാണല്ലോ ഇവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹസായേൽ എന്ന രാജാവും ഹസായേലിൻ്റെ മകനായ ബെൻഹദദും അരാം രാജാക്കന്മാർ. അവരിലൂടെയാണ് ദൈവം ഇപ്പം ഇവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എതിരെ ഇവർക്ക് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ജയിക്കും എന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും പറയുന്നുണ്ട്, നീ വില്ലെടുത്ത് നിലത്തടിക്കാൻ പറയും, അല്ല അമ്പെടുത്ത് നിലത്തടിക്കാൻ പറയും. അയാളൊരു 3 അടി അടിച്ച് നിർത്തും. അത് കണ്ടിട്ട് എലീശ പറയും, നീ ഒരു 5-6 പ്രാവശ്യം അടിച്ചിരുന്നെങ്കിൽ നീ അരാമ്യരെ അശേഷം നശിപ്പിക്കുമായിരുന്നു. പക്ഷെ നീ 3 പ്രാവശ്യം അടിച്ചതുകൊണ്ട് നീ 3 പ്രാവശ്യം മാത്രമേ അവരെ തോൽപ്പിക്കുകയുള്ളൂ എന്ന് പറയും. അതാ പുസ്തകത്തിൻ്റെ അവസാനം ഈ യോവാശിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ബെൻഹദദിനോട് ആദ്യം ഹസായേലിനോട് പിടിച്ച പട്ടണങ്ങളും ബെൻഹദദിനോട് പിടിച്ച പട്ടണങ്ങളും ഒക്കെ യോവാശ് വീണ്ടും കൊള്ളുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളിൽ യോവാശ് ഈ എലീശ പ്രവാചകൻ പറഞ്ഞ പോലെ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അവസാനത്തിലെ ഇടയ്ക്ക് കാണുന്നത്, പലയിടത്തായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു സംഭവങ്ങളുടെ ആ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. എഴുതിയിരിക്കുന്നത് പലയിടത്താണ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ രാജാവ് മരിക്കുന്നതും യോവാശ് മരിക്കുന്നതും ആദ്യത്തെ 13-ാമത്തെ വാക്യത്തിലാണ്. 12-13 വാക്യങ്ങളിലാണ് നമ്മൾ യോവാശ് മരിക്കുന്നത് കാണുന്നത്. എന്നാൽ ഈ എലീശ പ്രവാചകന്റെ കാര്യത്തിൽ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് ശേഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് തുടർച്ചയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ യോവാശ് മരിച്ചു. യോവാശിന് ശേഷം യൊരോബയാം എന്ന ഒരു പുതിയ രാജാവ് ഇന്ന് ശമരിയിൽ രാജാവായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിലേക്ക് വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, എലീശ മരണകരമായ രോഗം പിടിച്ച കിടപ്പിലായി നമ്മൾ വായിച്ചല്ലോ. എന്നാൽ അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞിട്ട് മരിച്ചിട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മോവാബ്യർ ഈ ദേശത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ചിലരൊരു മനുഷ്യനെ അടക്കം ചെയ്യുകയായിരുന്നു. മരണപ്പെട്ട യുദ്ധത്തിൽ മരിച്ച ഒരാളെ അടക്കം ചെയ്യുകയായിരുന്നു. അപ്പം അടക്കം ചെയ്യുന്ന സമയത്ത് ഒരു പടക്കൂട്ടം, യുദ്ധത്തിൽ മരിച്ചതല്ല, ഈ യുദ്ധത്തിൻ്റെ പടക്കൂട്ടം വരുന്നത് കണ്ടപ്പോൾ അവർ അടക്കിക്കൊണ്ടിരുന്നൊരു മനുഷ്യനെ അവർ ഭയന്നിട്ട് അല്ലെങ്കിൽ ഒളിക്കാൻ വേണ്ടിയിട്ട് അവർ പണി നിർത്തിയിട്ട് ഈ എലീശ പ്രവാചകൻ്റെ കല്ലറയിലിട്ടു. മരിച്ച ആളിനെയാണ് ഈ പടക്കൂട്ടം വരുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെട്ടിട്ട് എലീശ പ്രവാചകൻ്റെ കല്ലറയിലേക്ക് ഇട്ടിട്ട് അവർ മാറിപ്പോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഈ എലീശ പ്രവാചകന്റെ അസ്ഥികളെ തൊട്ടപ്പോൾ ആ മരിച്ച ആള് കാലൂന്നി എഴുന്നേറ്റ് ജീവൻ വന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന അനേക അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ നടന്ന് നമുക്ക് കാണാം. അദ്ദേഹം അറിഞ്ഞ് ചെയ്ത അത്ഭുതങ്ങളെ നമുക്കറിയാം. എന്നാൽ ഇന്ന് അദ്ദേഹം പോലും അറിയാതെ ചെയ്തൊരു അത്ഭുതമാണ് എലീശ പ്രവാചകന്റെ അസ്ഥികളെ തൊട്ട ഒരു ശവശരീരം ജീവിച്ചെഴുന്നേൽക്കുന്നത്. ഇത് ഒരിടത്തും നമ്മൾ കാണാത്ത, ഒരു മനുഷ്യനിലും കാണാത്ത, ഒരു ദൈവപുരുഷനിലും കാണാത്ത വ്യത്യസ്തമായ അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എലീശ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് മാത്രമല്ല, അദ്ദേഹത്തിന് മരണശേഷവും അദ്ദേഹത്തിലൂടെ അത്ഭുതം നടന്നു എന്നുള്ളതാണ്.
എലീശ എന്ന പ്രവാചകൻ എലിയ പ്രവാചകനേക്കാളും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയും ആവശ്യപ്പെട്ടതുപോലെയും ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 3-ാം അധ്യായം. എസ്കേൽ പ്രവാചകൻ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ ശബ്ദം കേട്ടു, ആ ശബ്ദം സംസാരിച്ചു. ഇന്ന് ആ ശബ്ദം തുടർന്നും കേൾക്കുന്നത്, ഇന്നെന്ന് പറയുമ്പോൾ നമ്മളിന്ന് വായിക്കുന്ന എന്നർത്ഥത്തിലാണ്. അന്ന് നടന്ന സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട് ആ ശബ്ദം വീണ്ടും എസ്കേൽ പ്രവാചകനോട് പറയുന്നു, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക എന്നും പറഞ്ഞിട്ടൊരു ചുരുള് നീട്ടിക്കൊടുത്തു. അത് അദ്ദേഹം ചുരുള് എടുത്ത് വായിലിട്ടു. അത് വായിൽ ചെന്നപ്പോൾ അത് നല്ല മധുരമായിരുന്നു. അത് കഴിച്ചിറക്കി നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, എന്നിട്ട് ആ ശബ്ദം വീണ്ടും തുറന്നു പറയാം, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവരോട് സംസാരിക്കണം. ഞാൻ നിന്നെ അയക്കുന്നത് അവ്യക്ത വാക്കും കനത്ത നാവുമുള്ള ജാതികളുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ തന്നെയാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഈ അവ്യക്തത വാക്കും കനത്ത നാവുമുള്ളവരുടെ അടുത്ത് നിന്നെ അയച്ചിരുന്നെങ്കിൽ, അവരോട് നീ സംസാരിച്ചിരുന്നെങ്കിൽ അവർ ഈ വാക്കുകളൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷേ ഇസ്രായേലിൽ നീ പോയി പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. പക്ഷേ ഇസ്രായേലിനോട് പോയി പറയാനാണ് എസ്കേൽ പ്രവാചകനോട് പറയുന്നത്. ഇത് പ്രവാസത്തിലിരിക്കുന്ന ജനത്തിനോട് സംസാരിക്കാനാണ്. അപ്പോൾ അവർ ഇസ്രായേൽ ഗ്രഹം കഠിന ഹൃദയമുള്ളവരത്രേ, അവരിത് കേൾക്കുകയില്ല. പക്ഷേ എങ്കിലും ഞാൻ നിന്നോട് പറയും, ഞാൻ നിൻ്റെ നെറ്റി അവരുടെ നെറ്റിയേക്കാളും അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെക്കാളും കടുപ്പമുള്ളതാക്കി എന്ന് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്. ഇത് ആദ്യത്തെ സമയവും ദൈവം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിക്കുമ്പോഴും അവരെ ഭയപ്പെടരുതെന്ന് പറയുന്നുണ്ട്. അവരെ ഭയപ്പെടരുത്, അതാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ തന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ അവരോട് സംസാരിക്കും. ഈ അധ്യായം മുഴുവൻ പറയുക എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് പറയേണ്ടത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവിടെ വീണ്ടും അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവത്തോടെ ആ കാര്യത്തെ കാണുന്നതിനെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നീ അവരോട് പോയി സംസാരിക്കണം, പക്ഷെ അവർ കേൾക്കില്ല, അത് കൈക്കൊള്ളില്ല. പക്ഷേ നീ അവരോട് പറയണം. കൈക്കൊള്ളാതിരിക്കുമ്പോൾ എന്ത് പറ്റും? അവരെതിർത്ത് നിൽക്കും. എതിർത്ത് നിൽക്കുമ്പോൾ ഭയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരനുസരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് സമാധാനമുണ്ട്, അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവർ കേൾക്കില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. അപ്പോൾ അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കെബാർ നദി തീരത്ത് പാർത്ത തേൽ ആബീബിലെ നിവാസികളുടെ അടുക്കൽ തന്നെ അവിടെ എത്തി. അവിടെ 7 ദിവസം അദ്ദേഹം നിശബ്ദമായി സ്തംഭിച്ച് പാർത്തു എന്നാണ് നമ്മൾ കാണുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചത്, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരുന്നു. നേരത്തെ പറയാത്തൊരു പുതിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് എസ്കേൽ പ്രവാചക, എസ്കേലെ, നിന്നെ ഞാൻ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്താണ് ഈ കാവൽക്കാരൻ എന്നുള്ളത് തുടർന്ന് പറയുന്നുണ്ട്. നീ അവരോട് സംസാരിക്കണം. നീ അവരോട് സംസാരിക്കുമ്പോൾ അവർ കേട്ട് അത് മനം തിരിഞ്ഞ് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അനുസരണയിലേക്കും തിരിച്ച് ദൈവത്തിൻ്റെ അരികിലേക്കും വന്നാൽ അവർക്ക് ശിക്ഷയില്ല, അവർ രക്ഷപ്പെടും. അങ്ങനെ വരുമ്പോൾ പറഞ്ഞതുകൊണ്ട് നീയും രക്ഷപ്പെടും. പക്ഷേ നീ പറയുകയും നീ പറഞ്ഞിട്ട് അവർ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നാൽ അവർ ശിക്ഷിക്കപ്പെടും. പക്ഷെ നിനക്ക് കുറ്റമുണ്ടാകത്തില്ല. എസ്കേലിന് കുറ്റമില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യം നീ പറഞ്ഞല്ലോ. നീ പറയുക എന്ന് മാത്രമേ ഉള്ളൂ നിന്റെ ജോലി. അത് പറഞ്ഞിട്ട് അവർ കേട്ടില്ലെങ്കിൽ അവരാണ് കുറ്റവാളികൾ, അവരാണ് ശിക്ഷിക്കപ്പെടുക. എന്നാൽ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ നീ കുറ്റക്കാരനാവും, നീ ശിക്ഷ വാങ്ങും, നീ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നതാണ് വായിക്കുന്നത്. അപ്പം നിന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത്, നീ അവനെ കാവൽക്കാരനാക്കി നിർത്തിയിരിക്കുന്നു. കാവൽക്കാരനാക്കിയിരിക്കുന്നത് എന്താണ് അവരോട് പറയേണ്ടത് അത് ഞാൻ കൃത്യമായി പറയുന്നതെല്ലാം അവരോട് പറയണം. പേടിക്കരുത്. പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ടാകും, പറഞ്ഞില്ലെങ്കിൽ നിന്റെ പ്രാണന് അത് ഹാനിയാവും. എന്നാൽ പറഞ്ഞിട്ട് അവർ കേട്ടാൽ അവർ രക്ഷ പ്രാപിക്കും, കേട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടാകും. അപ്പോൾ കേട്ടാൽ രണ്ടുപേർക്കും ഗുണമാണ് എന്നുള്ളതാണ് ദൈവം അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ വായിക്കുന്നത്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകുക എന്നാണ്. അപ്പോൾ സമഭൂമിയിലേക്ക് പോകാൻ പറയും. അവിടെ സമഭൂമിയിലേക്ക് പോകുന്നുണ്ട്. കെബാർ തീരത്ത് വെച്ച് കണ്ട അതേ ദൈവത്തിൻ്റെ മഹത്വം അവിടെയും എസ്കേൽ പ്രവാചകൻ കാണുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് നമസ്കരിക്കുന്നുണ്ട്.
ആ, എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അദ്ദേഹത്തെ നിൽക്കുമാറാക്കി. എന്നിട്ട് സംസാരിക്കുക, നീ ചെന്ന് വീട്ടിനകത്ത് കഥ കടച്ച് പാർക്കുക. എന്നാൽ അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം, സംസാരിക്കാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. നീ ഊമനായി അവർക്ക് ശാസകനായി ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗ്രഹമാണ്. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കും. നീ അവരോട് യഹോവയുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സരഗ്രഹമല്ലോ. അത് അങ്ങനെയാണ് ഈ അധ്യായം വായിച്ച് അവസാനിപ്പിക്കുന്നത്. ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ സംസാരിക്കുന്നതിൻ്റെ ഗൗരവം എന്താണ്, അത് നിനക്ക് എന്താണ് ഗുണം, അവർക്കെന്താണ് ഗുണം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ സംസാരിക്കേണ്ടതും അവർ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നാം വായിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-11 അധ്യായങ്ങളാണ് 3-ാമത്തെ വായനാ ഭാഗത്തേക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ തങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് മറുപടി പറയാൻ നിർബന്ധിതനാകുന്ന പൗലോസിനെയാണ് കാണാൻ കഴിയുന്നത്. അത്തരം മറുപടികൾ ഇവിടെ നമുക്ക് കാണാം താഴോട്ട് വായിക്കുമ്പോൾ. നിങ്ങളുടെ മുമ്പിൽ താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കുമ്പം ധൈര്യപ്പെടുന്നവൻ അല്ലെങ്കിൽ അഹങ്കാരപ്പെടുന്നവനായിരിക്കും വാക്കിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് നോക്കണം. എന്നുമുള്ള ഞാൻ, പൗലോസായ ഞാൻ. അപ്പം ഇതൊരു ആരോപണമാണ്. അടുത്തിരിക്കുമ്പോൾ വലിയ സൗമ്യൻ, അങ്ങ് ദൂരെയൊക്കെ ഇരിക്കുമ്പോൾ വലിയ കട്ടിയായിട്ടുള്ള വാക്കുകൾ പറയുന്നവൻ അല്ലെങ്കിൽ അതുപോലെ എഴുതുന്നവൻ എന്നുള്ളതായിരിക്കാം. ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരുതെന്ന് അപേക്ഷിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ, പക്ഷേ എങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല. അതായത് ഒരുത്തൻ തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലുന്ന ജഡപ്രകാരമുള്ള പ്രവൃത്തികളല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഒരുത്തൻ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കുന്ന ജഡപ്രകാരമുള്ള പ്രവൃത്തിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മീയരെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ പ്രാർത്ഥനയും ക്ഷമയും ഒക്കെയാണ്. ദൈവത്തിന് പ്രസാദകരമായി അതിനെ ക്ഷമിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ അത് കോട്ടകളെ ഉടപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ. ദൈവമാണ് പിന്നെ പ്രതികാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് അവർക്കെതിരെ പോരാടുന്നത്. പിന്നെ അത് ഏത് കോട്ടയെ ഇടിക്കാൻ ശക്തിയുള്ളത് തന്നെ എന്നാണ്. അതായത് ആ ബോധ്യത്തിലാണ് അതിന് മറുപടി പറയുന്നത്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണയായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. ആര്? ഞാനല്ല, ഞങ്ങളുടെ കൂടെയുള്ളവർ, എൻ്റെ കൂടെയുള്ളവരല്ല, ദൈവം അത് ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം അത് ചെയ്യും. നിങ്ങൾ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു നല്ല കുറേ ലേഖനങ്ങളിലും ഇത്തരം ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നുണ്ട് പൗലോസ് അപ്പോസ്തലന്. കാരണം പൗലോസ് അപ്പോസ്തലൻ വിട്ടുവീഴ്ചയില്ലാതെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ കർശനമായ ഉപദേശങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അതനുസരിക്കാനോ താല്പര്യമില്ലാത്ത ജനവും ഈ കൂട്ടത്തിലുണ്ട്. അതനുസരിക്കാൻ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും സ്നേഹമുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാൽ അല്ലാത്തവരുമുണ്ട്. അവർ ബാക്കിയുള്ളവരെ ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും പൗലോസ് അപ്പോസ്തലൻ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ സമയവും പിന്നെ അതുപോലുള്ള മാനസികമായി അതുപോലൊക്കെ ആകേണ്ടി വരുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പൗലോസ് അപ്പോസ്തലന് കഴിയും. പക്ഷേ ഇതും കൂടെ അതിൻ്റെ കൂടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് അധികാരത്തെക്കുറിച്ച് ഞാൻ ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാലും എന്നോട് ഇങ്ങനെ കാണിച്ചാലും ഞാൻ അതുകൊണ്ട് നിങ്ങളെ എതിർക്കുകയും നിങ്ങളെ നശിപ്പിച്ചു കളയുകയും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും നിങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യാനല്ല ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യം പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതുകയാണ്. അതിൽ ഒരു ആരോപണം, അവൻ്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളത് തന്നെ, ശരീര സന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും മാത്രമേ എന്ന് ചിലർ പറയുന്നു എന്നാണ്.
അകലെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിനാൽ എങ്ങനെയുള്ളവരോ അങ്ങനെ തന്നെയാണ് അരികത്ത് ഇരിക്കുമ്പോഴും പ്രവൃത്തിയിലും. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ദൂരെ ഇരുന്നാലും അരികത്തിരുന്നാലും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ദൂരെ ഇരുന്ന് ലേഖനത്താൽ എഴുതുമ്പോഴും ഞങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ അത് അവിടെ അതും രേഖപ്പെടുത്തുകയാണ്. ഇതൊരു കത്താണല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവരിത് വായിക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകണം. അത്തരത്തിലാണ് ഇതെല്ലാം ഇവിടെ എഴുതുന്നത്. അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും മറ്റൊരുത്തൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കത്രേ ചെയ്യുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുവൻ നാനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുകഴ്ചയൊന്നുമല്ല ആവശ്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ അതിരിൽ ഫലം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചതുപോലെ തന്നെ അടുത്തുള്ള പ്രദേശങ്ങളിലും ഇത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രാധാന്യ വിഷയങ്ങളല്ല, മറിച്ച് സുവിശേഷം എത്രത്തോളം അറിയിക്കാൻ പറ്റുമോ അത്രത്തോളം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവം ഞങ്ങൾ അതിനായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ അതിനായിട്ട് തന്നെ വേർതിരിച്ചിരിക്കുന്നു. 11-ാമത്തെ അധ്യായം. അതും ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്ത് വന്നാലും പൗലോസ് അപ്പോസ്തലനെ സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരും കരുതുന്നവരും അനുസരിക്കുന്നവരും ഒക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല. മറ്റുള്ള ആളുകൾ, ഇപ്പോൾ യഹൂദന്മാർ ഈ സുവിശേഷത്തിന് എതിരായിട്ടുള്ളവരാണ്. അവരെ പരിച്ഛേദനയും ശബത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തേ ഒക്കുള്ളൂ എന്ന് ഈ പുതിയ വിശ്വാസികളായി വന്നിട്ടുള്ള ജാതിയിൽ നിന്ന് വന്ന ആൾക്കാരെ അവരല്ലേ പറയുന്നത്. യഹൂദന്മാർ പറയുന്നത് കൊണ്ട് യഹൂദന്മാരെ ബഹുമാനവും യഹൂദന്മാരെ പറയുന്ന കാര്യങ്ങളെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരത് വിശ്വസിക്കുക, അതിന് കീഴ്പ്പെട്ടു പോവുകയൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. എൻ്റെ കൃത്യമായി അത് ഞാൻ ഈ പറഞ്ഞ കാര്യം താഴെ പറയും. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ അതും സംഭവിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇല്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ സുവിശേഷമാണ്, ഇതാണ് യഥാർത്ഥത്തിലുള്ളത്, ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ അവർ ധൈര്യം കാണിക്കുന്നില്ല. അതും കേൾക്കുന്നുണ്ട്. അതിനും ശരിയാണോ, ഓഹോ എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ അവർ ആ ഉപദേശവും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതല്ലാതെ, പൗലോസ് അപ്പോസ്തലൻ്റെ പണ്ട് കാലം മുതൽ ഇവർക്കൊന്നും പരിചയമില്ലല്ലോ. അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുന്നതാണല്ലോ പരിചയം. പക്ഷേ യഹൂദന്മാർ എന്ന് പറയുന്ന കൂട്ടത്തെ അവർക്ക് നേരത്തെ അറിയാവുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ശ്രദ്ധ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവർ കാണിക്കുന്നുണ്ടാകാം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഏത് വിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞ ഇതൊരു കഷ്ടമാണ്. ഇപ്പം നമ്മളിപ്പം ഒരു അധ്യാപകനുണ്ടെന്ന് പറഞ്ഞോളൂ. ഒരു ക്ലാസ്സിലൊരു അധ്യാപകനുണ്ട്. അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അധ്യാപകനെ വിലമതിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപകനിലെ കുറവുകളെ അവർ ചിന്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപകന് ഭംഗിയില്ലെന്നോ അധ്യാപകൻ്റെ വാക്കുകൾക്ക് ഒരു ഭാഷയ്ക്ക് ഭംഗിയില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരധ്യാപകനെ നിന്ദിക്കുന്നു, അല്ലെങ്കിൽ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ വിലയില്ലാതായി കാണുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ആ അധ്യാപകൻ തന്നെക്കുറിച്ച് ഇതൊന്നുമല്ല ഞാൻ എന്നെ തന്നെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ആ കുട്ടികളോട് പറയേണ്ടി വരുന്ന ഒരു അധ്യാപകൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ അധ്യാപകൻ എന്ന രീതിയിൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത് കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കുട്ടികൾ അതിനെതിരെ ചെയ്യുമ്പോൾ അധ്യാപകൻ നിന്ന് തന്നെക്കുറിച്ച്, തൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം, ഇതുപോലൊരു സാഹചര്യത്തിലാണ്
ഇവിടെ അപ്പോസ്തലനായ പൗലോസും വന്നിരിക്കുന്നത്. അതൊരു കഷ്ടം തന്നെയാണ് എന്നാണ്. പക്ഷേ ഈ കഷ്ടങ്ങളിലൂടെയൊക്കെയും കടന്നുപോയാലേ ഒക്കെ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു ദൈവിക സത്യവുമാണ്. അത് നമ്മളായാലും നമ്മൾ ഇത്തരം ദൈവവേലയിൽ പോയാലും ഒരു വേലയും ചെയ്യാതെ ദൈവത്തിൻ്റെ ഭക്തന്മാരായിരുന്നാലും ഇതൊക്കെയും നമ്മളും അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ എനിക്കിങ്ങനെ കഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കഷ്ടത്തിലൂടെ എങ്ങനെയാണ് നമ്മളിതിനെ കടന്നു പോകുന്നത്, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഇതിലൂടെ കടന്നു പോകാൻ സഹനത്തിൻ്റെ വഴി നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതൊക്കെയാണ് അതിനകത്ത്. അപ്പോസ്തലൻ അതിലൂടെ കടന്നു പോയവൻ തന്നെ ഇതെല്ലാം ഇതിൻ്റെ എത്രയോ ഇരട്ടി കഷ്ടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയെന്ന് നമുക്കറിയാം. എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തോ? ഞാൻ അങ്ങനെ പാപം ചെയ്തില്ല. ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്, നിങ്ങൾക്ക് സുവിശേഷം അറിയിച്ചു തന്നത്. നിങ്ങളെ ഞാൻ പണമൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളെ ആഹാരം പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കറന്ന് അവരോട് ചെലവിന് വാങ്ങി. നിങ്ങളുടെ നല്ല നിങ്ങൾക്കുള്ള ചെലവിനുള്ളത് അതും മറ്റ് സഭകൾ, ഇപ്പം മക്കതോന്യ സഭയായാലും മറ്റ് സഭകളൊക്കെ ആയാലും അവരൊക്കെയും തന്നതാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ചിലവാക്കിയത്. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറേ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല. കാരണം ഇതൊക്കെയും പൗലോസ് അപ്പോസ്തലൻ പറയേണ്ടി വന്നിരിക്കുകയാണ്. മക്കതോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്ര എൻ്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. എന്നിലുള്ള ക്രിസ്തുവിൻ്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല. അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കായി കൊണ്ടോ? ദൈവം അറിയുന്നു. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലായും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അവന് ഇവിടെ വന്ന് ഞങ്ങളാണല്ലോ അവന് ആഹാരമൊക്കെ കൊടുത്തത്, ഇതുപോലും പറയാനുള്ള പൗലോസ് അപ്പോസ്തലൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലന് അക്കാര്യത്തിൽ പ്രാഗൽഭ്യത്തോട് തന്നെ അവരോട് സംസാരിക്കാം. അപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും തമ്മിൽ ഇന്നിങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം കള്ള സഹോദരന്മാർ അവിടെ കടക്കുകയും അതുപോലെ തന്നെ ഈ യഹൂദന്മാർ അവരെ കടക്കുകയും അവർ ഇന്നും പൗലോസ് അപ്പോസ്തലൻ ദൂരത്തിരിക്കുകയാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ അവർ 2 വർഷം എങ്ങാണ്ടാണ് അവരുടെ ഇടയിൽ, 2-3 വർഷം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ നാളുകളായി പൗലോസ് അപ്പോസ്തലൻ അവിടെ ഇല്ല, ദൂരത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നുഴഞ്ഞു കയറിയ ആൾക്കാർ ഇവരോട് സംസാരിക്കുമ്പോൾ അവർ അതാണോ ശരി, ഇതാണോ ശരി, അല്ല ഇതല്ലേ ശരി എന്ന് ചിന്തിച്ചു പോകുന്ന, അത്തരം കാര്യങ്ങൾ വിശ്വസിച്ചു പോകുന്ന എന്ന അവസ്ഥയിലാകുന്നത് കൊണ്ട് അത് പൗലോസ് അപ്പോസ്തലൻ ഞാൻ ജനിപ്പിച്ച ക്രിസ്തുവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഞാൻ ജനിപ്പിച്ച ആൾക്കാർ എന്നോട് ഇങ്ങനെ ആണല്ലോ പെരുമാറുന്നതെന്നുള്ള വിഷമം പൗലോസ് അപ്പോസ്തലന് ഉണ്ട്. അത് 1-ാമത്തെ ലേഖനത്തിൽ നമുക്കിങ്ങനെ കാണാനൊക്കെ ഇന്നില്ല. 1-ാമത്തെ ലേഖനത്തിൽ അവരെക്കുറിച്ച് വലിയ കാഴ്ചകളും വലിയ അഭിനന്ദനങ്ങളും വലിയ പ്രശംസയും വലിയ സ്നേഹവും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ വ്യത്യാസം ഇപ്പം തീത്തോസ് പോയിട്ട് വന്നപ്പോൾ അറിയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെയും എഴുതുന്നത്. 16-ാമത്തെ വാക്യം, ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെ എങ്കിലും ബുദ്ധിഹീനനെ പോലെ എങ്കിലും എന്നെ കൈക്കൊള്ളുവിനാണ് പറയുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല, പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രയും സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തോടെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലന് ബോധ്യമുണ്ട്. ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം എന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് നേരത്തെ ഈ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ബുദ്ധിഹീനനെ പോലെയാണ് സംസാരിക്കുന്നത്. പലരും ജഡപ്രകാരം പ്രശംസിക്കൽ ഞാനും പ്രശംസിക്കും. നിങ്ങൾ ബുദ്ധിഹീനന്മാരാകിയാൽ ബുദ്ധിഹീനൻ്റെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ എന്നൊക്കെയും അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ തനിക്കുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് അത് അവർ എബ്രായരോ ഞാനും അതെ, അതായത് ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പറയേണ്ട കാര്യമല്ല, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും ഇത് ഞാൻ പറഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ. അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേലരോ ഞാനും അതെ, അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിമുറമായി സംസാരിക്കുന്ന ഞാൻ അധികം ക്രിസ്തുവിൻ്റെ സുവിശേഷക്കാരനാണ്. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, ഇനിയാണ് ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും
3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിലകപ്പെട്ടു, ഒരു രാത്രിയും പകലും വെള്ളത്തിൽ കഴിച്ചു. പലപ്പോഴും യാത്രയായിരുന്നു എനിക്ക്. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ എനിക്ക് ഭവിച്ചിട്ടുണ്ട്. ഇത്രയും ലിസ്റ്റ് പൗലോസ് അപ്പോസ്തലൻ പറയുക. കാരണം ഇത് ചുമ്മാ പറയുക. പൗലോസ് അപ്പോസ്തലൻ നേരിട്ട കഷ്ടം ഒരു കണക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തു പോലും ഇത്രയും കഷ്ടങ്ങൾ നേരിട്ടില്ല. യേശുക്രിസ്തു ജീവിച്ച കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിലാണ്. വലിയ കഷ്ടമാണ് യേശുക്രിസ്തു അനുഭവിച്ചത്, വളരെ ഷോർട്ട് പീരീഡിലായിരുന്നു. എന്നാൽ ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യനാണ് യേശുക്രിസ്തു. അപ്പം അങ്ങനെ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാൾ യേശുക്രിസ്തുവിന് വേണ്ടി അത് പറയുന്നതാണ്. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾ ഞാൻ എൻ്റെ ജഡശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളുടെ ബാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂരിപ്പിക്കുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് പറയുന്നത്. അപ്പം അതിന് പൗലോസ് അപ്പോസ്തലൻ മടിയില്ല. എന്ത് കഷ്ടം സഹിക്കാനും തയ്യാർ. മരിക്കണമെങ്കിൽ മരിക്കാം എന്ന് പറയുന്നൊരു അപ്പോസ്തലൻ. ഇതൊരു വലിയ മാതൃകയാണ് കേട്ടോ. ഇത്രയും വലിയൊരു മാതൃക പുസ്തകത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് ഈ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. അപ്പോൾ ഇതിപ്പം പൗലോസ് ഈ കൊരിന്ത്യ സഭയെക്കുറിച്ച്, കൊരിന്ത്യ സഭ എങ്ങനെയായിരിക്കും, അവർ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ, അവർ വഴിവിട്ട് പോയിട്ടുണ്ടോ, അന്യോപദേശങ്ങൾ അവർക്കിടയിൽ കയറിയിട്ടുണ്ടോ, അവർ പഴയതിലേക്ക് തിരിച്ചു പോയോ എന്നൊക്കെയുള്ള ഭാരം താൻ നിർമ്മിച്ച അല്ലെങ്കിൽ താൻ ആക്കി വെച്ച സഭകളെക്കുറിച്ച് ഉള്ള ഒരു ചിന്താഭാരവും എനിക്ക് ഉണ്ടെന്നാണ്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനയെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. അപ്പോൾ എൻ്റെ പ്രശംസ സംബന്ധിച്ചല്ല ഞാൻ എൻ്റെ ബലഹീനതയെ സംബന്ധിച്ചാണ് ഞാൻ പ്രശംസിക്കുന്നത്. കാരണം എൻ്റെ ഞാൻ ബലഹീനനാണ്. ഈ ബലഹീനതയിലാണ് ഈ ബലവത്തായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സഹായത്താൽ എൻ്റെ ജീവിതത്തിൽ നടന്നത്. അപ്പം ആ ബലഹീനതയെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. ഇത് ആണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവമായവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. അപ്പം അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലന്. ഇങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല, പറയേണ്ട കാര്യവുമല്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഫോഴ്സ്ഫുള്ളി അത് പറയേണ്ട അവസ്ഥയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടൊരു ഗുണമുണ്ട്. മറ്റൊരു ഗുണമുള്ളത്, ഏറ്റവും വലിയ ഗുണമുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ലിസ്റ്റ് ഇതിനകത്ത് ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് അറിയും? അപ്പം അതിന് ഇതൊരു മുഖാന്തരമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പം നമുക്കൊരു മാതൃകയാകുവാൻ ക്രിസ്തുവിൻ്റെ മാതൃക ഒരു ഭാഗത്ത് വലിയൊരു മാതൃകയായിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ തൻ്റെ വേലയിൽ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ മാതൃകകൾ, ദാനിയേലിൻ്റെ മാതൃക, ദാവീദിൻ്റെ മാതൃക, മോശയുടെ മാതൃക, ഇങ്ങനെ മാതൃകകൾ അനവധിയുണ്ട്. ഈ മാതൃകകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. വ്യത്യസ്തമായ മാതൃകകളാണ്. ദൈവപക്ഷത്ത് നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മാതൃകകളാണ് ഇതെല്ലാം. അത് എന്തിനും ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഇന്ന് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്കും ഇതിനു മുമ്പ് ജീവിച്ചിരുന്നവർക്കും ഇനി ജനിച്ച് ഈ കാര്യങ്ങൾ അറിയാനും ജീവിക്കാനും ഇരിക്കുന്നവർക്ക് വേണ്ടിയും ക്രിസ്തു വരുന്നത് വരേക്കും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും തേജസ്കരണത്തിലേക്കും വരുത്തുവാൻ വേണ്ടി അവരൊക്കെയും നിത്യജീവൻ പ്രാപിച്ച് ദൈവരാജ്യം പ്രാപിക്കുവാനൊക്കെ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ദൈവം വലിയവനാണ്. ദൈവത്തിൻ്റെ ചിന്തകളൊന്നും മനുഷ്യൻ്റെ ചിന്ത പോലെയുമല്ല. അത് നമുക്ക് ഈ സെഷനുകളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.